2 ആഴ്ചത്തെ ബാംഗ്ലൂർ വാസം കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകാണ് കേട്ടോ. ശരിക്കും ഭയങ്കര വിഷമത്തോടു കൂടിയിട്ടാണ് പോകുന്നത്. കാരണം ഞങ്ങളൊരു പ്ലാൻ എന്ന് വെച്ചാൽ ഇനി ഇപ്പോഴൊന്നും ബാംഗ്ലൂരേക്ക് തിരിച്ചു വരുന്നില്ല, വാവയൊക്കെ കുറച്ച് വലുതായിട്ട് വരാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ 2 പേരെയും കൊണ്ട് ഞാനും സനുവും മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നാട്ടിലാവുമ്പം അച്ചാച്ചൻ്റെയും അമ്മമ്മേൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന ഒരു ഇത് അവർക്ക് കിട്ടും, പിന്നെ കുറച്ചും കൂടെ കംഫർട്ട് അതാണ് എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ നാട്ടിലേക്ക് കുറച്ച് നാളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. സനു അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ, ഞാനും കുഞ്ഞാവയും ചാച്ചും കൂടെ നാട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് തിരിച്ചിപ്പം നാട്ടിലേക്ക് പോകുന്നത്. പോകുന്ന വഴിയിൽ ഞങ്ങൾ മൈസൂർ ഒരു സ്ഥലത്ത് ഒരു ഹോട്ടലിൽ കയറി കേട്ടോ. അപ്പോൾ മൈസൂർ മസാല ദോശ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഞാൻ വിചാരിച്ചു മസാല ദോശ തന്നെ കഴിക്കാമെന്ന്. നല്ല ക്രഞ്ചി ആയിരുന്നു, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ചാച്ചു അവിടുന്ന് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ദോശയൊക്കെ വാങ്ങിച്ചെങ്കിലും അവൾക്ക് കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അവൾ നല്ല ടയേർഡായിരുന്നു. കുറച്ച് ദിവസമായിട്ട് അവൾക്ക് ഇങ്ങനെ പനീൻ്റെ ഇത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ ഒരു കരച്ചിലും പ്രശ്നമൊക്കെ തന്നെയായിരുന്നു. കുഞ്ഞും അവൾക്കും വയ്യായിരുന്നു കേട്ടോ. ശരിക്കും എന്താണെന്ന് വെച്ചാൽ അവിടെ ക്ലൈമറ്റിൻ്റെ ഒരു ചേഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരു ചേട്ടൻ്റെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ അവിടെ നിന്ന് ഇളനീര് കഴിക്കാൻ വേണ്ടി കയറി. ചാച്ചുവിന് അപ്പോഴും നല്ല വാശിയും കരച്ചിലൊക്കെ തന്നെയായിരുന്നു. പിന്നെ കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോഴത്തേക്ക് ഫോറസ്റ്റ് എത്തി. അപ്പം അവൾക്ക് കുറച്ച് അനിമൽസിനെയൊക്കെ കാണിച്ചിട്ടാന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് അങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോയത്. പിന്നെ ഞങ്ങൾ സാധാരണയായിട്ട് എപ്പോഴും ആനയും പിന്നെ കുരങ്ങനെയൊക്കെയാണ് കാണാറ്. അപ്പോൾ ഇന്ന് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് ആനേനെ കണ്ടു കേട്ടോ. ചാച്ചു കണ്ടില്ലല്ലോ, ഇതാ എലിഫന്റ് വെച്ച് ബിഗ് ഏതുണ്ട് കണ്ടാ, കൊമ്പൊക്കെ എത്ര വലിയ കൊമ്പല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോയപ്പോഴത്തേക്കും ഇങ്ങനെ വഴിയിലധികം മിക്കവാറും ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഇവിടെ ഇങ്ങനെ കുട്ടികളിങ്ങനെ നിന്നിട്ട് നെല്ലിക്കയും പിന്നെ ചെറിയ കാന്താരി മുളകൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ അവരോട് ഒരു പാക്കറ്റ് നെല്ലിക്ക വാങ്ങിച്ചു കേട്ടോ. ഇത് അവർ കാട്ടിൽ നിന്ന് നേരിട്ട് പറിച്ചെടുക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ നല്ല മെഡിസിനൽ വാല്യൂ ഉള്ളതായിരിക്കും. അപ്പോഴും ഞങ്ങൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ. 50 രൂപയാണ് ഈ ഒരു പാക്കറ്റിന്. അപ്പം അവരോട് അത് വാങ്ങിച്ചു. അപ്പോൾ അവർക്കും സന്തോഷമായി, ഞങ്ങൾക്കും സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് അങ്ങനെ കുറ്റ്യാടി എത്തി. കുറ്റ്യാടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കീസിലാണ് കേട്ടോ കയറി. അവിടെയാണ് പാർക്കിംഗ് സ്പേസ് ഉണ്ടായത്. അപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. നിഖിലിനൊക്കെ ഏകദേശം തലവേദനയും പനിയും ഒക്കെ മാക്സിമം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല ടയേർഡായിരുന്നു. പിന്നെ എനിക്കങ്ങനെ ചിക്കനൊന്നും കഴിക്കാൻ തോന്നിയില്ല. പക്ഷേ വേറെ ഒരു ഷോപ്പിലും അങ്ങനെ പെട്ടെന്ന് പാർക്ക് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ടാണ് അവിടെ കയറി കഴിച്ചത്. ഞാൻ അവസാനം പൊറോട്ടയും ഒരു ഗ്രീൻ പീസിൻ്റെ കറിയാണ് വാങ്ങിച്ചത്. അതന്നെ കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ചാച്ചു അങ്ങനെ ഫുഡൊന്നും കഴിക്കുന്നുണ്ടായില്ല. അവൾ നല്ല ടയേർഡായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് ഒരു ചെറിയ കഷ്ണം മാത്രം അവൾ പൊറോട്ട കഴിച്ചു. വേറെ ഒന്നും അവിടെ ഇങ്ങനെ ഉണ്ടായില്ല കേട്ടോ ഫുഡ്, അതുകൊണ്ടാണ് പൊറോട്ട വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവളെയും കൂട്ടി നേരെ കക്കട്ടിൽ കരുണയിലേക്ക് പോകുന്നു കേട്ടോ, ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കിനും നല്ല ലേറ്റ് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു ചാച്ചുവിന് ഡ്രിപ്പ് ഇടണം എന്നുള്ളത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷേങ്കിൽ ഞാൻ ഓൾറെഡി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അവൾ നല്ല ടയേർഡാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയത് ഞങ്ങൾ. അപ്പോൾ അവിടെ കുറച്ച് നേരം ട്രിപ്പ് തീരാനുള്ള ആ ഒരു സമയം വേണമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ നിന്നു. അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ സനു ഇല്ലാത്തതിൻ്റെ ആ ഒരു വിഷമവും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയുള്ള എല്ലാവരും നല്ല ഒരു സിസ്റ്റേഴ്സൊക്കെ ആയാലും നല്ലൊരു കംഫർട്ട്, ഡോക്ടറായാലും എല്ലാം നല്ല ആൾക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 3:30 ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ, പുലർച്ചയ്ക്ക്. അപ്പോൾ അങ്ങനെയാണ് തിരിച്ച് വീട്ടിലെത്തി. എന്താ പറയുക, കുറേ നാളായിട്ട് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു സമാധാനമായിരുന്നു. എന്നാലും അസുഖമൊക്കെ ആയതുകൊണ്ടുള്ള ഒരു ടെൻഷനൊക്കെ കൂടിയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.